ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവസന്നിധിയിൽ നമുക്ക് ആരംഭിക്കാം. അവിടുത്തെ വചനം നമ്മുടെ വഴികൾക്ക് പ്രകാശവും ജീവിതത്തിന് ദിശാബോധവും നൽകുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായന ധ്യാനം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 23 അധ്യായം 18 മുതൽ 22 വരെയുള്ള വചനങ്ങളാണ്. ആ തിരുവചനം നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ യാഗരക്തം പുളിപ്പുള്ള അപ്പത്തോടു കൂടി അർപ്പിക്കരുത്. എൻ്റെ യാഗമേധസ് ഉഷകാലം വരെ ഇരിക്കുകയും അരുത്. നിന്റെ ഭൂമിയുടെ ആദ്യ വിളവുകളിലെ പ്രതിഫലം നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരണം. ആട്ടിൻകുട്ടിയെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത്. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്കു കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല. എൻ്റെ നാമം അവനിലുണ്ട്. എന്നാൽ നീ അവൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ ദൈവം തൻ്റെ ജനത്തോട് വിശുദ്ധിയുള്ള ആരാധനയെയും പൂർണ്ണ അനുസരണത്തെയും കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ അവയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നും ദൈവത്തിന് ഏറ്റവും മികച്ചത് സമർപ്പിക്കണമെന്നും ദൈവം ഈ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് ദൈവം ഒരു അത്ഭുതകരമായ വാഗ്ദാനം ഇവിടെ നൽകുന്നുണ്ട്. ഞാനൊരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു എന്നിവിടെ അരുളി ചെയ്യുന്നു. വഴിയിലുടനീളം കാത്തു സൂക്ഷിക്കുവാനും ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ നയിക്കുവാനുമാണ് ആ ദൂതൻ അയക്കപ്പെടുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലും ഒരു വലിയ പ്രത്യാശയുടെ വചനമാണ്. നാം പലപ്പോഴും മുൻപോട്ടുള്ള വഴി എങ്ങനെ എന്ന് വ്യക്തമല്ലാതെ ആശങ്കപ്പെട്ടു നിൽക്കുന്ന ചില നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ദൈവം നമ്മെ ഒറ്റയ്ക്കാക്കുന്നില്ല. അവിടുന്ന് നമ്മുടെ മുൻപിൽ നടക്കുന്നു. നമ്മുടെ ചുവടുകൾ നയിക്കപ്പെടുന്നു. അപകടങ്ങളിൽ നിന്ന് കാത്ത് സംരക്ഷിക്കുന്നു. ഇന്നത്തെ വചനം നമ്മെ 3 കാര്യങ്ങൾ പ്രധാനമായി പഠിപ്പിക്കുന്നു. ഒന്നാമതായി, ദൈവത്തെ ആദരിക്കുകയും വിശുദ്ധിയോടുകൂടെ ആരാധിക്കുകയും ചെയ്യുക. രണ്ടാമതായി, ദൈവത്തിൻ്റെ ശബ്ദം ശ്രദ്ധയോടെ കേൾക്കുക. മൂന്നാമതായി, ദൈവത്തിൻ്റെ വഴി നടത്തലിൽ വിശ്വസിച്ച് നാം മുൻപോട്ട് പോകുക. നാം ദൈവത്തിൻ്റെ വചനത്തിന് അനുസരിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ശത്രുക്കൾക്കെതിരെ പോരാടുകയും നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. സർവശക്തനായ ദൈവമേ, ഈ പുതിയ ദിവസത്തിനായി തമ്പുരാനെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് നന്ദി. അങ്ങയുടെ വിശുദ്ധ ശബ്ദം കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിത യാത്രയിൽ അങ്ങയുടെ ദൂതനെ ഞങ്ങൾക്ക് മുൻപായി അയച്ച് ഞങ്ങളെ വഴി നടത്തണമേ. അപകടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നിരാശകളിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ. തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന സമയങ്ങളിൽ അങ്ങയുടെ ജ്ഞാനം നൽകണമേ. ഭയപ്പെടാതെ നിന്നിൽ വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തരാക്കണമേ. ഇന്ന് ജോലി ചെയ്യുന്നവരെയും പഠന മേഖലകളിലേക്ക് യാത്ര പുറപ്പെടുന്നവരെയും രോഗികളെയും ദുഃഖിതരെയും പ്രത്യേകം അവിടുന്ന് അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ കുടുംബങ്ങളിലും സഭകളിലും സമൂഹത്തിലും സമാധാനവും ഐക്യവും സന്തോഷവും നിറയുമാറാകട്ടെ. അങ്ങയുടെ സന്നിധി ഞങ്ങളുടെ മുൻപിൽ നടന്ന് ഞങ്ങളെ സുരക്ഷിതമായി വഴി നടത്തുമാറാകണമേ. ഇതെല്ലാം അങ്ങയുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ഇന്നത്തെ ഓർമ്മ വചനം: എൻ്റെ ശബ്ദം ശ്രദ്ധിച്ചു കേൾക്കുകയും ഞാൻ പറയുന്നതൊക്കെയും ചെയ്യുകയും ചെയ്യുക. ആമേൻ. ഹല്ലേലൂയ.